The Golden Diamonds. Choose your special. ഇനി ടോപ്പ് ഹെഡ്ലൈൻസ് കാണാം. തിരുവനന്തപുരത്ത് മോഷണക്കുറ്റം ആരോപിച്ച് ദളിത് യുവതിയോട് പോലീസിന്റെ ക്രൂരത. പരാതി പേരൂർക്കട പോലീസിനെതിരെ. ദുരനുഭവമുണ്ടായത് പനവൂർ ഇരുമരം സ്വദേശി ബിന്ദുവിന് 20 മണിക്കൂറോളം വെള്ളം പോലും നൽകാതെ ചോദ്യം ചെയ്തതായി പരാതി. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് തീപിടുത്തത്തിൽ കേസെടുത്ത് പോലീസ്. കേസെടുത്തത് കോഴിക്കോട് കസബ പോലീസ്. തീപിടുത്തത്തിൽ ജില്ലാ ഫയർ ഓഫീസറുടെ പരിശോധന ഇന്ന്. പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറും. കോർപ്പറേഷൻ പരിധിയിലെ എല്ലാ കെട്ടിടങ്ങളിലും ഫയർ ഓഡിറ്റ് നടത്തുമെന്ന് മേയർ ബീന ഫിലിപ്പ്. കൊച്ചിയിൽ ED കേസ് ഒതുക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ വിജിലൻസ് അന്വേഷണം തുടരുന്നു. അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്തിന് വമ്പൻ രാഷ്ട്രീയ ബന്ധങ്ങളെന്ന് വിജിലൻസ്. ഉന്നത ബന്ധങ്ങൾ വഴി മനസ്സിലാക്കിയ വിവരങ്ങൾ രഞ്ജിത്ത് തട്ടിപ്പിന് ഉപയോഗിച്ചു. സാമ്പത്തിക ആരോപണം നേരിടുന്നവരുടെ വിവരങ്ങൾ EDക്ക് കൈമാറുന്നത് രഞ്ജിത്ത്. ED ഓഫീസിലെ നിത്യ സന്ദർശകനെന്നും കണ്ടെത്തൽ. മലപ്പുറം കാളികാവിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. കേരള എസ്റ്റേറ്റിന് സമീപമാണ് കാൽപ്പാടുകൾ കണ്ടെത്തിയത്. നരഭോജി കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുന്നു. കടുവയെ കണ്ടെത്താൻ കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചു. തെരച്ചിലിന് 60 അംഗ വനം വകുപ്പ് സംഘവും. തൃശൂർ മണ്ണൂത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക് 6 കിലോമീറ്ററോളം നീളത്തിൽ. തൃശൂർ പാലക്കാട് റൂട്ടിൽ ചില ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചു. കുരുക്കിന് കാരണം റോഡിലെ കുഴിയും പാലം പണിയും. ഓപ്പറേഷൻ സിന്ദൂരിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് സൈന്യം. പാക് മിസൈലുകൾ തകർക്കുന്നതും വ്യോമത്താവളം ആക്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ അവസാനിച്ചുവെന്ന വാർത്ത തള്ളി സൈന്യം. വെടിനിർത്തലിന് അവസാന തീയതിയില്ല. പ്രതികരണം: വെടിനിർത്തൽ ധാരണ ഇന്നലെ അവസാനിച്ചുവെന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിൽ. കോഴിക്കോട് കൊടുവള്ളി സ്വദേശി അന്നൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഒരാൾ കൂടി കസ്റ്റഡിയിലുള്ളത് തട്ടിക്കൊണ്ടൽ പോകൽ സംഘത്തിലെ അംഗമെന്ന് പോലീസ്. ഇതുവരെ പിടിയിലായവരുടെ എണ്ണം 3. അന്നൂസ് റോഷനെ കണ്ടെത്താൻ തെരച്ചിൽ തുടരുന്നു. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡന് അർബുദ രോഗം. അർബുദം എല്ലുകളിലേക്ക് പടർന്നതായി കണ്ടെത്തി. രോഗവിവരം സ്ഥിരീകരിച്ച ബൈഡന്റെ ഓഫീസ്. ചികിത്സാ സാധ്യതകൾ പരിശോധിച്ച ബൈഡന്റെ കുടുംബം. വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ഡൊണാൾഡ് ട്രംപ്. വാർത്തകൾ തുടരുന്നു. നിരവധി വാർത്തകൾ കാത്തിരിക്കുന്നു.